കേരള മോഡൽ ഡെവലപ്മെൻറ്റ് നമുക്കറിയാവുന്നതുപോലെ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ കേരള സംസ്ഥാനം രൂപപ്പെടുമ്പോൾ, ഒരു ഐക്യ കേരളം രൂപപ്പെടുമ്പോൾ, സംസ്ഥാനമായിട്ട് അത് മാറുമ്പോൾ നമുക്ക് മുന്നിൽ വലിയധികം ചലഞ്ചുകളുണ്ടായിരുന്നു. ഈ ചലഞ്ചുകളിൽ ഏറ്റവും പ്രധാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും ഒരുപക്ഷെ ദരിദ്ര പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നുള്ളതായിരുന്നു. നമുക്ക് ഒരു ഒരു മോഡൽ അല്ലെങ്കിൽ രൂപവൽക്കരിക്കാനായിട്ട് നമ്മുടെ ആദ്യം വന്ന ഇടതുപക്ഷ സർക്കാരിനെ ഒരുപക്ഷെ സഹായിച്ചൊരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള നവോത്ഥാന നായകരുടെ ഒരു സാന്നിധ്യം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഒരു ഉണർവുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിഷണറി വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയുമുണ്ടായിരുന്നു. ഇതിനെ രണ്ടിനെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളം രൂപപ്പെടുന്ന കാലത്ത് 1950കളിലൊക്കെ കേരളത്തിലെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത്, ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 45-50 വയസ്സാണ്. അതിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുക. ഏത് യൂറോപ്യൻ രാജ്യത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളേക്കാൾ മെച്ചമായ രീതിയിലുള്ള ശിശുമരണ നിരക്ക്, പുരുഷ സ്ത്രീ അനുപാതം, ഈ നിലയിലെല്ലാം നമ്മൾ മുന്നോട്ട് പോയിരുന്നു. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസവും പ്രാഥമിക ആരോഗ്യ രംഗവും ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാണ്. നമുക്ക് പല സ്ഥലത്തുനിന്നും ഇവിടേക്ക് ഒരു പ്രൈമറി കെയറിന് വേണ്ടിയിട്ട് വരുന്ന തരത്തിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും അത് ലഭിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റോഡുകളായിക്കോട്ടെ, നമ്മുടെ വൈദ്യുതി, വെള്ളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഏകദേശം ഒരു 100% കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലേക്ക് ഉള്ളൊരു വികസനം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മോഡൽ വളരെ പ്രധാനമാണ്.